ഈ കിടക്കണത് എന്റെ അനിയൻ വൈജാണ്. പാലക്കാട് വെച്ച് ഒരു ആക്സിഡന്റിൽ സംഭവിച്ചത് അതിന്റെ പോലെ. ഇങ്ങനെ ഒരുപാട് ദിവസമായി ഞങ്ങൾ ഈ ഹോസ്പിറ്റലില്. എന്റെ മോന്റെ ചികിത്സക്കുള്ള പൈസ ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ കണ്ണന് വേണ്ടിയിട്ട് സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഇവന്റെ ചികിത്സക്ക് ഒരുപാട് പൈസ ആവശ്യമാണ്. ഇത്രയും വലിയ തുക ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ കുടുംബത്തിനെ കൊണ്ട് പറ്റില്ല. എന്റെ കുട്ടിയാണ് വൈജു. അവനെ ഒന്ന് സഹായിക്കണം എല്ലാവരും കൂടി. അവനിവിടെ ആസ്പത്രിയിൽ നല്ല ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുകയാണ് എന്റെ കുട്ടി. അവന് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം എന്റെ മോനെ. ഞങ്ങൾക്ക് വേറെ വഴികളില്ല. നിങ്ങളൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് അവനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹായിക്കണം എന്റെ മോനെ. എന്റെ മോന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ റഫ്സനോളവല്ല. ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം അപ്പോളോ ആശുപത്രിയിലാണ്. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഈ കിടക്കുന്നത്. തന്റേതല്ലാത്തൊരു കാരണത്തിന് കൊണ്ട് ഒരു അപകടം സംഭവിക്കുകയും ആ അപകടത്തെ തുടർന്നിട്ട് വളരെ അത്യാസന്ന നിലയിൽ ഇന്ന് അപ്പോളോ ആശുപത്രിയിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരനെ ഒന്ന് ജീവിതത്തെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാണ്. ഈ അമ്മയെ ഓർത്തിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ സഹോദരനെ സഹായിക്കണം. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് ഈ അമ്മയെയും സഹോദരിയെയും ഒരു അച്ഛനെയും നോക്കിയിരുന്ന ഒരു മോനാണ് ഇന്ന് ഈ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെല്ലാവരും ഏറ്റെടുക്കണം. കാരണം എന്താണെന്നറിയോ, ഇതിനോടൊപ്പം തന്നെ 16 ലക്ഷം രൂപയോളം ഈ ആശുപത്രിയിൽ അടയ്ക്കാൻ കിടക്കണം. അതിനു പുറമെ 20 ലക്ഷം രൂപയുണ്ടെങ്കിലേ ഈ പ്രിയപ്പെട്ടവനെ നാളെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പടച്ച റബ്ബിനെ ഓർത്തിട്ട്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ബൈജുവിന്റെ കൈ കണ്ടങ്ങള്, ബൈജുവിന്റെ ഈ കൈ തിരിച്ചു കിട്ടണമെങ്കിൽ അടിയന്തരമായിട്ട് സർജറി നടത്തണം. നിർധനരായ കുടുംബത്തിന് സാധിക്കില്ല. എല്ലാവരും ഏറ്റെടുക്കണം. അത്രയ്ക്കും അർഹതപ്പെട്ട ഒരു കുടുംബം. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ദയനീയമായിട്ടുന്നുണ്ട്. നിറകണ്ണുകളോടെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഏറ്റെടുക്കണേ. ബൈജുവിന്റെ അമ്മയാണ് ഈ കരയുന്നത്. ദിവസങ്ങളായിട്ട് ബൈജുവിന്റെ തിരിച്ചുവരവിനായിട്ട് ഈ അമ്മ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഏറ്റെടുക്കണേ. എല്ലാവരും ഒന്ന് സഹായിക്കണേ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടൂർ പഞ്ചായത്തിൽ ലാപ്പുള്ളി മഹലിലെ ഞാൻ വൈസ് പ്രസിഡന്റാണ്. നമ്മളുടെ അയൽവക്കമായ ബൈജു എന്ന ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ച് വളരെ സീരിയസിലാണ്. ഒരു 10-25 ലക്ഷം രൂപയോളം ആ കുട്ടിക്ക് ചെലവ് വരും. സ്വമനസ്സുകളായ നിങ്ങളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ 2-ാം വാർഡിൽപ്പെട്ട നമ്മുടെ ബൈജു എന്ന നമ്മുടെ കൊച്ചു മിടുക്കൻ അപകടം സംഭവിച്ച് അത്യാസന്ന നിലയിൽ എറണാകുളത്ത് അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏകദേശം വലിയൊരു സംഖ്യ ചെലവ് വരുന്നുണ്ട്. ആ നിർധനായ കുടുംബത്തിന് ആ സംഖ്യ താങ്ങാവുന്നതിലപ്പുറമാണ്. നമ്മളെല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ജീവൻ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. സുമനസ്സുകളുടെ എല്ലാ സഹായവും പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ആകുന്ന സഹായം, ചെറുതും വലുതുമായ ആകുന്ന സഹായം നൽകി ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് മെമ്പറാണ് ഞാൻ. നമ്മുടെ വാർഡിൽപ്പെട്ട ബൈജു എന്ന കുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു. ആ കുട്ടിക്ക് 10-20 ലക്ഷം രൂപയോളം ചികിത്സാ ധനസഹായമായിട്ട് ചെലവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സുമനസ്സുകളും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും കുട്ടിയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലെ ആശാവർക്കറാണ് ഞാൻ. എൻ്റെ മോൻ്റെ പ്രായമായ ഒരു കുട്ടി ഇത്രയും വലിയൊരു ആപത്ത് കടന്ന് നമ്മളാലാവുന്ന സഹായങ്ങളെല്ലാം ഞങ്ങളുടെ ചുറ്റുപാടത്ത് നിന്നും കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും പറ്റുന്ന ധനസഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നെങ്കിലും അവനൊരു 25 ലക്ഷം രൂപയുടെ ഉള്ളിൽ വേണ്ടി വരുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടുന്ന സഹായം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഞങ്ങൾക്ക് ആവശ്യമായിട്ട് ഒരുപാട് സങ്കടത്തോടു കൂടിയാ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുറിശി പിലാപ്പുള്ളി വാർഡ് 2-ൽ താമസിക്കുന്ന ബൈജു എന്ന് പറയുന്ന 25 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരന്റെ നാട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? വളരെ അത്യാസന്ന നിലയിൽ എറണാകുളം അപ്പോളോ ആശുപത്രിയിൽ കഴിയുന്ന ആ സഹോദരനെ ഒന്ന് ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാനാണ് ഈ നാട്ടിലെ എല്ലാവരും എത്തിയിട്ടുള്ളത്.
നിറകണ്ണുകളോടുകൂടി വാർഡ് മെമ്പർ അടക്കം പള്ളി കമ്മിറ്റി ഭാരവാഹികളടക്കം ഇവിടെ വന്നിട്ട് നമ്മളോട് അഭ്യർത്ഥിക്കുന്നത് എന്താ അറിയോ, ആ ചെറുപ്പക്കാരൻ ഈ നാടിന് അത്രയ്ക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്. 25 വയസ്സിൽ തന്നെ തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നല്ല ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ നോക്കിയ ചെറുപ്പക്കാരനാണ്. ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനാണ്. എല്ലാവരും ഈ സഹോദരൻ സഹായിക്കണേ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫോട്ടോകൾ കണ്ടില്ലേ, ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുള്ള ഈ ഫോട്ടോ കണ്ടില്ലേ, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു മകനാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. എല്ലാവരും ഏറ്റെടുക്കണം. ഈ അമ്മയുടെ കണ്ണീരൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ സഹോദരൻ കിടക്കുന്ന റൂമിന്റെ പുറത്ത് ഇങ്ങനെ നിറകണ്ണുകളോടുകൂടി കാത്തിരിക്കുക, തന്റെ മകനൊന്ന് സംസാരിക്കുമെന്ന്, ഒന്ന് അമ്മയെന്ന് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അവനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. അത്രയ്ക്കും അർഹതപ്പെട്ടൊരു കുടുംബമാണ്. ഇതിനോടൊക്കെ തന്നെ 16 ലക്ഷം രൂപ ബില്ലായിട്ടുണ്ട് ആശുപത്രിയിൽ. 16 ലക്ഷം രൂപ പോയിട്ട് 16 രൂപ ആ കുടുംബത്തിന്റെ കയ്യിലില്ല. നാട്ടുകാർ പിരിച്ചു കൊടുത്ത തുച്ഛമായ ഒരു പണം ഉണ്ടല്ലോ, ആ പണം കൊണ്ടാണ് ഇന്ന് ആ കുടുംബം ആശുപത്രിയിൽ നിൽക്കുന്നത്. ഇനിയും വേണം ഭീമമായൊരു തുക. 25 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ബൈജുവിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പടച്ച റബ്ബിനെ ഓർത്തിട്ട്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ തട്ടി മാറ്റരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഏറ്റെടുക്കണേ. ബൈജു ചികിത്സാ സഹായ സമിതിയുടെയും ബൈജുവിന്റെ സഹോദരിയുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് അതിലേക്ക് പരമാവധി ഫണ്ട് അയക്കുകയും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.